പിണറായി വിജയൻ ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. 28 വർഷക്കാലം ബോഡി ഗാർഡ് പിണറായി വിജയന്റെ. പിണറായി പഞ്ചായത്തിൽ വെണ്ടുട്ടായിലെ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 28 വർഷം അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ്. ഒരു നേരിയ സൗന്ദര്യ പിണക്കം. ബാബു പിണങ്ങിപ്പോയി. ബാബു പിണങ്ങിപ്പോയപ്പോ ഉള്ളു കിടുങ്ങിയത് പിണറായിക്ക. ബാബുവാണ്. ബാബുവിന്റെ ആംബിയർ അറിയാം പിണറായിക്ക്. ഒരു മാസം കഴിഞ്ഞില്ല, ബാബു ഒരു ക്രിമിനൽ കേസിൽ കോടതിയിൽ ഹാജരാകാൻ തലശ്ശേരി തിരുവങ്ങാട് എത്തിയപ്പോ ആ തിരുവങ്ങാട് ബസാറിലിട്ട് ആ ബാബുവിനെ സ്വന്തം അനുയായികളെ കൊണ്ട് വെട്ടിക്കൊന്നു. സാക്ഷാൽ പിണറായി വിജയൻ. കൊല മാത്രമല്ല, കൊന്നതിന് ശേഷം ആ നാടിൽ ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. ഊരുവിലക്ക്. ആരും ബാബുവിന്റെ വീട്ടിൽ പോകരുത്, ആരും ആശുപത്രിയിൽ പോകരുത്. നിങ്ങൾ അറിയാമോ, വൈകുന്നേരം 5 മണിക്ക് പോസ്റ്റ്മോർട്ടം നടത്താൻ കുടുംബക്കാർ മാത്രം. ആരും എത്തിയില്ല, നാട്ടുകാർ ആരും പോയില്ല. 5 മണി കഴിഞ്ഞ് ബോഡി എത്തി. ആ ബോഡി മറവ് ചെയ്യാൻ കൂലിക്കാരില്ല. അപ്പൊ ആ ചെണ്ടയൊക്കെ ഒന്ന് സ്റ്റോപ്പാക്കുക പ്ലീസ്. ഞാന് എന്റെ പ്രസംഗത്തിന്റെ അവസാനം അത് കേൾക്കാൻ KPCCയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ഈ സ്റ്റേജിൽ ഉണ്ടാവണമെന്നതുകൊണ്ടാണ് ഞാൻ ആ വാക്കവിടെ നിർത്തിയത്. പ്രസിഡന്റ്, ഞാൻ പഴയ പിണറായിയിൽ ഒരു കഥ പറയായിരുന്നു. പിണറായി വിജയന്റെ ബോഡി ഗാർഡ് എന്ന് പറയുന്ന വെണ്ടുട്ടായി ബാബുവിനെ വെട്ടിക്കൊന്ന കഥ. കൊന്നതിന് ശേഷം വെണ്ടുട്ടായിലെ പിണറായി പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. ബാബുവിന്റെ വീട്ടിൽ പോകരുത്, ബാബുവിന്റെ വീടുമായി സഹകരിക്കരുത്. വൈകുന്നേരം 5 മണിക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയ ബോഡി ആ വീട്ടിലേക്ക് എത്തുമ്പോ കുടുംബക്കാരല്ലാതെ മറ്റൊരാൾ, തൊട്ടയൽവക്കത്തുള്ള ഒരാൾ പോലും ഊരുവിലക്ക് പേടിച്ച് വീട്ടിലില്ല. ഇത് കുഴിതോണ്ടന്നെ, കുഴിതോണ്ടാൻ ആളില്ല, പിക്കാസില്ല. കുടുംബക്കാർക്ക് പിടിക്കാം, പിക്കാസില്ല. ചാരപ്പാറ മഴ പെയ്യുന്നു, ഇരുടായി വരുന്നു, ലൈറ്റില്ല വീട്ടിൽ. അടുത്ത വീട്ടിൽ നിന്ന് ലൈറ്റ് എടുക്കാൻ ചോദിച്ചു, പെർമിഷൻ കിട്ടിയില്ല. പിണറായി ബസാറിൽ മാക്സിന് പോയി, പെട്രോൾ മാക്സ് കിട്ടിയില്ല. അവസാനം നിസ്സഹായമായി നിൽക്കുന്നൊരവസ്ഥയിൽ അന്ന് SN കോളേജിലെ വൈസ് ചെയർമാനായിരുന്ന ജയലളിത എന്ന് പറയുന്ന KSUവിന്റെ ഒരു നേതാവ്, ലോക്കൽ നേതാവ്, എന്നെ വിളിച്ചു വൈകുന്നേരം 7 മണിക്ക് എന്നോട് പറയാണ്, വെണ്ടുട്ടായിലെ ബാബു മരിച്ചത് സുധാകരൻ അറിയല്ലോ, ഇവിടെ ബോഡി മറവ് ചെയ്യാൻ ഇവിടെ CPM-കാർ സമ്മതിക്കുന്നില്ല, ഇവരാരെയും ഇവിടെ വരാൻ അനുവദിക്കുന്നില്ല, ബോഡി വെച്ച് കുടുംബക്കാർ കാത്തിരിക്കുന്നു. ഞാൻ എന്റെ നാട്ടിൽ നിന്ന് 6-7 വണ്ടിയിൽ ആളുകളെ കൂട്ടി പിക്കാസും തൊണ്ടിയും എടുത്ത് മെട്രോൾ മാക്സ് എടുത്ത് ആളുകളെയും കൊണ്ട് ഞാൻ പിണറായിൽ പോയി, വെണ്ടുട്ടായിൽ പോയി. ആ ആളുകൾ അവിടെ കുഴി തോണ്ടി അവിടെ ബോഡി മറവ് ചെയ്തു വന്ന കഥ ഞാൻ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ വെക്കുന്നത് എന്തിനെന്നറിയാമോ? ആരാണ് ഈ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ്. ഈ രാജ്യത്ത് ആയുധം താഴെ വെച്ചാൽ പോലും പ്രിയങ്കരനായ പ്രസിഡന്റ്, ഈ ക്രൂര മനസ്സോട് സന്ധി ചെയ്യാൻ സമാധാനത്തിന്റെ പ്രതിഷേധമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കില്ല എന്ന് അറത്ത് മുറിച്ചു പറയാൻ അങ്ങ് തയ്യാറാവണമെന്ന് സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുന്നു. വികാരഭരിതമാണ് എന്റെ പ്രസംഗം. എന്താ വികാരഭരിതമാകുന്നത്? അനുഭവത്തിന്റെ തീച്ചുളയില. കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ സഹിച്ച ത്യാഗം, ഞങ്ങൾ സഹിച്ച കഷ്ടപ്പാട്, ഞങ്ങൾ സഹിച്ച വേദന. DCCയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോ എന്റെ ഇടതും വലതും നിന്ന 22 ചെറുപ്പക്കാർ വെട്ടി നുറുക്കപ്പെട്ട മണ്ണ്. ആ 22 ചെറുപ്പക്കാരന്റെ ശവത്തിന്റെ മൺമൂലകൾക്ക് ഇന്നും പച്ച പിടിച്ചിട്ടില്ല. മരിക്കാത്ത ഓർമ്മകളുമായ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ജീവിച്ചിരിക്കുന്നത്. നോ കോംപ്രമൈസ്. ഈ പിശാചുക്കളോട് ഒരിക്കലും കോംപ്രമൈസ് ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം.